പാലക്കാട്ട് വീണ്ടും മൂന്നാം സ്ഥാനത്തായതിന്റെ നാണക്കേടിലാണ് ഇടതുമുന്നണി. ചേലക്കര മണ്ഡലത്തിൽ വീണ്ടും ജയിച്ചെങ്കിലും ഭൂരിപക്ഷം 1/3 ഇടിഞ്ഞു. വയനാട്ടിലും വോട്ട് കുറഞ്ഞു. പിണറായി സർക്കാരിനെതിരെ ജനവികാരമുണ്ടായോ എന്നതായിരിക്കും ഇനിയുള്ള ചർച്ച. ജയപരാജയങ്ങൾ മാത്രം നോക്കിയാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തനി ആവർത്തനമാണ് ഇത്തവണത്തേത്. വയനാട് ലോക്സഭയിലെ ജനവിധിയും പഴയതുതന്നെ. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വാദിക്കാൻ പിണറായി സർക്കാരിന് ഇത് മതി. ഞാനിപ്പോൾ പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല. പക്ഷേ സൂക്ഷ്മ വിശകലനത്തിൽ ചിത്രം കുറച്ച് വ്യത്യസ്തമാണ്. ആഞ്ഞു പിടിച്ചിട്ടും മൂന്നാം സ്ഥാനമെന്ന നാണക്കേട് പാലക്കാട് മാറിയില്ല. ഡോക്ടർ സരിനിലൂടെ ഭരിക്കുന്ന മുന്നണിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 860 വോട്ടേ അധികം നേടാനായുള്ളൂ. സന്ദീപ് വാര്യർക്കെതിരെ പരസ്യം കൊടുത്തിട്ടൊന്നും മുസ്ലിം വോട്ടുകൾ ഇളകിയതുമില്ല. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും മറുപക്ഷത്തേക്ക് ചാഞ്ഞതാണ് കാരണമെന്നൊക്കെ വെറുതെ പറയാമെന്ന് മാത്രം. ആകെയുള്ള ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് കാരണമായത് ഇടതു വോട്ടല്ല, BJP വോട്ടിലെ ചോർച്ചയാണ് എന്നതാണ്. ആര് ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലാതിരുന്ന വയനാട്ടിൽ 4% വോട്ടിൻ്റെ ഇടിവാണ് ഇടതുമുന്നണിക്കുണ്ടായിരിക്കുന്നത്. ഇതിനിടെ ചേലക്കരയിലെ 12,000-ലധികം വോട്ടിൻ്റെ വിജയമാണ് ഇടതുമുന്നണിക്ക് ശരിക്കുള്ള പിടിവള്ളി. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത് 27,199 വോട്ട് കുറവാണ് എന്നത് വേറെ കാര്യം. ഇടതു കോട്ടയിൽ നിന്ന് ഇത്രയും വോട്ടുകൾ ചോർന്നുപോയത് ഭരണവിരുദ്ധ വികാരമാണെന്ന് പ്രതിപക്ഷത്തിന് വാദിക്കാം. അപ്പോഴും 12,000-ന് മുകളിലുള്ള UR പ്രദീപിൻ്റെ ഭൂരിപക്ഷം ആധികാരികമാണെന്ന് ഭരണപക്ഷത്തിനും തർക്കിക്കാം. ഇതിനിടെ ഭരണവിരുദ്ധ വികാരമൊന്നും വോട്ടായില്ലെന്ന് വെടിപൊട്ടിച്ച് K മുരളീധരൻ പിണറായി സർക്കാരിനെ സഹായിച്ചിട്ടുമുണ്ട്. ഭരണവിരുദ്ധ വികാരം എപ്പോഴും വോട്ടായി മാറണമെന്നില്ല എന്നൊരു സൂചന കൂടെ ചേലക്കര ഞങ്ങൾക്ക് നൽകുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. ന്യൂസ് ഡെസ്ക്, News 18.